Hello friends, welcome to Ishan N Spices. ഇന്ന് ഇഷാൻ്റെ ബർത്ത്ഡേ ബ്ലോഗിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. സോ ഞങ്ങളൊരു 7 o'clock ആയപ്പോഴത്തേക്ക് ഇവിടെ എത്തി. ഒരു 7:15 ആയപ്പോഴത്തേക്കും ചെക്ക് ഇൻ ചെയ്തു. കുമരകത്താണ്. ഇല്ലിക്കളം എന്ന് പറഞ്ഞിട്ടൊരു വില്ലയാണ് ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നത്. ലേക്ക് സൈഡ് വ്യൂ ആണ് ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നത്. സോ ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ അടുത്തൊരു വീഡിയോയിലോട്ട് അപ്ലോഡ് ചെയ്യാം. അതായത് അതിൻ്റെ ഇൻറ്റീരിയറും കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ട് ഇന്ന് ഞങ്ങളൊരു ഔട്ടിംഗ് പോവുകയാണ്. അതിൻ്റെ വീഡിയോയാണ്. സോ നല്ല വ്യൂ ആണല്ലേ ഇതൊക്കെ കാണാനായിട്ട്. സോ ഫുൾ ഡീറ്റെയിൽസ് എന്തായാലും അടുത്തൊരു വീഡിയോയിൽ ആഡ് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ ഞങ്ങളങ്ങനെ ബുക്ക് ചെയ്തപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് കിട്ടിയ അനുഭവങ്ങൾ, അങ്ങനത്തെ ഡീറ്റെയിൽസ് എല്ലാം. ഞങ്ങളത് ഔട്ടിങ് പോകാനായിട്ട് റെഡിയായി. ഞങ്ങളിന്നൊരു കുഞ്ഞ് ഐലാൻഡിലോട്ടാണ് പോണത്. സോ കുമരകത്തിൽ നിന്ന് ഐലാൻഡ് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് തന്നെ ഒരുപാട് പേർക്ക് കാര്യം മനസ്സിലായി എവിടെയാണെന്നുള്ളത്. സോ ഞങ്ങളിതിപ്പം കുമരകം ഗവൺമെൻറ് ബോട്ട് ജെട്ടിയിലാണ്. സോ എങ്ങനെയാണ് ഞങ്ങളിവിടെ റീച്ച് ആയത് അതിനുള്ള ഡീറ്റെയിൽസൊക്കെ ഞാൻ ഒരു കുഞ്ഞ് മാപ്പ് ഇട്ടിട്ട് അടുത്ത് പറയുന്നുണ്ട്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ബോട്ട് ഇങ്ങനെ തിരിച്ചെടുക്കുന്നത് കാണുന്നത്, അതായത് ബാക്ക് ടു ഫ്രണ്ട് ഇങ്ങനെ എടുക്കുന്നത് കാണുന്നത്. സോ ഞാൻ അത് ഒന്ന് ജസ്റ്റ് ഒന്ന് ക്യാപ്ചർ ചെയ്തതാണ്. ഞങ്ങളിത് കുറേ നേരം അവിടെ പോയിട്ട് വെയിറ്റ് ചെയ്തപ്പോഴത്തേക്കായിരുന്നു ബോട്ട് വന്നത്. ഞങ്ങളിത് ഇപ്പോൾ അങ്ങോട്ട് പോവുകയാണ്. ഇത് ഗവൺമെൻറ് ബോട്ട് സർവീസാണ്. അതായത് സാധാരണ ആൾക്കാർക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് പോകാനായിട്ടുള്ളത്. ഇത് ടൂറിസ്റ്റുകാർക്കെന്നോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമല്ല. നോർമലി അവിടെയുള്ള ആൾക്കാർക്ക് അവിടെ നിന്ന് അങ്ങോട്ട് പോകാൻ കരുതിയിട്ട്, അതായത് കുമരകത്തിൽ നിന്ന് മുഹമ്മം എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലം, അവിടം വരെ പോകാനായിട്ട് അവിടം വരെ ഒരു 40 minutes ആണ് ട്രാവൽ. 40 to 1 hour ട്രാവൽ. 16 rupees ആണ് ഒരാൾക്ക്. സോ ഞങ്ങളത് 1 hour ട്രാവൽ ചെയ്യണമെങ്കിൽ 16 rupees മാത്രമേ ആയിട്ടുള്ളൂ. ഒരാൾക്ക് 16 rupees, 2 പേർക്കാകുമ്പോഴത്തേക്കും 32 rupees മാത്രമേ ആയിട്ടുള്ളൂ. ബോട്ട് സർവീസ് ആദ്യം ഇത് വെഹിക്കിളൊക്കെ ഇവിടെ നിന്ന് അങ്ങോട്ട് കൊണ്ടുപോകും. ഞാൻ ഇതൊക്കെ ഫസ്റ്റ് ടൈം കാണുകയാണ്. എവിടെ നിന്ന് അങ്ങോട്ട് എത്തി എന്നുള്ളത് ഞാനൊരു കുഞ്ഞ് മാപ്പ് ഇട്ടിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോഴത്തേക്കും കുറച്ചും കൂടെ ഞാൻ ചുമ്മാ പറയണതിനേക്കാളും ഇങ്ങനെ മാപ്പ് ഇടുമ്പോഴത്തേക്കും നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും ക്ലിയർ ആയിട്ട്. ഞങ്ങൾ ഇല്ലിക്കളം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് എവിടെയാണ്? ഈ റിസോർട്ടിലായിരുന്നു നിന്നത്. ഇവിടെ നിന്നും ഞങ്ങളുടെ ഇത് കുമരകം ഗവൺമെൻറ് ബോട്ട് ജെട്ടിയിൽ നിന്ന് മുഹമ്മം വരെ, അതായത് ഈ ലേക്ക് അത്രയും നമ്മളിങ്ങനെ ക്രോസ് ചെയ്ത് വരെയാണ് 40 minutes. മാക്സിമം ഒരു 1 hour 40 minutes തന്നെയായിരുന്നു ട്രാവൽ. മാക്സിമം അവർ പറഞ്ഞത് 1 hour ആണ്. അവിടെ നിന്ന് നമ്മളിത് ഒരു കുഞ്ഞ് ഐലാൻഡിലോട്ട് പോകണം. ഈ മുഹമ്മത്തിൽ നിന്ന് തിരിച്ച് വീണ്ടും അങ്ങോട്ട് വേറൊരു ബോട്ടിലോട്ട് പോകണം. അത് മിനിമം 10 members എങ്കിലും ഉണ്ടെങ്കിൽ ആ ബോട്ട് സർവീസ് എടുക്കുകയുള്ളൂ. പെർ ഹെഡ് 100 rupees ആണ് പറഞ്ഞത്. അതായത് ഒരു ബോട്ടിന് 1000 rupees പറഞ്ഞു. ഞങ്ങൾ പോയപ്പോഴത്തേക്ക് 8 പേരെങ്ങാണ്ടേ ഉണ്ടായിരുന്നുള്ളൂ. സോ പെർ ഹെഡ് 125 ആയി. ഞാൻ ഈ കാശ് പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ ആദ്യം അവിടെ പോയപ്പോഴത്തേക്കും ഞങ്ങളുടെ ഇപ്പോൾ മുഹമ്മത്തിൽ നിന്ന് നമ്മളിത് അടുത്ത് അങ്ങോട്ട് ഐലൻഡിലോട്ട് പോവുകയാണ്. ഈ കാശ് പറയാനുള്ള കാരണമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഞങ്ങൾ അവിടെ എത്തിയപ്പോഴത്തേക്കും ഞങ്ങളിങ്ങനെ ഈ ഐലാൻഡിലോട്ട് പോകണമെന്ന് ചോദിച്ചപ്പോഴത്തേക്കും അവർ പറഞ്ഞത് പ്രൈവറ്റ് ബോട്ട്സ് അവൈലബിൾ ആണ്. അത് നമ്മളിപ്പോൾ ഈ റോഡ് വഴി കുമരകം ബോട്ട് ജെട്ടി വരെ നമ്മൾ റോഡ് വഴിയാണ് വന്നത്. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ ആ ലേക്ക് സൈഡ് കോട്ടേജ് ആയതുകൊണ്ട് നമ്മളെ കോട്ടേജിൻ്റെ ഫ്രണ്ടിൽ തന്നെ ബോട്ട് വരും. 1 hour 1000 rupees. പക്ഷേ 1 hour കൊണ്ട് അവർ ഈ ഐലാൻഡിലോട്ട് ഞങ്ങളെ എത്തിക്കില്ല. എന്തായാലും 1.5 hours അടുപ്പിച്ചാവും. പിന്നെ ഞങ്ങൾക്കൊരു 1/2 hour ഞങ്ങളവിടെ സ്പെൻഡ് ചെയ്തിരുന്നാലും അവിടെ നിന്ന് തിരിച്ചു വരാൻ എല്ലാം കൂടെ ചേർത്തിട്ട് മിനിമം ഒരു 3 hour ആവും ഞങ്ങൾ ഈ പറയുന്ന ഐലാൻഡിലോട്ട് വന്നിട്ട് പോകാൻ. അങ്ങനെയാണെങ്കിൽ 3000 rupees പറഞ്ഞു. സോ ഞങ്ങൾ 2 പേരായിട്ട് 3000 rupees എന്തിന് ചുമ്മാ ചിലവാക്കണം ഒരു ബോട്ട് എടുത്തിട്ട്. ഇപ്പോൾ ഞങ്ങളിപ്പോൾ ഒരു കുറേ ആൾക്കാരുണ്ട് എന്നുണ്ടെങ്കിൽ പിന്നെ ഈ ബോട്ടിൻ്റെ സൈസ് അനുസരിച്ചും കോസ്റ്റ് വേറെയാവും. ഈ 1000 rupees എന്നുള്ളത് ബോട്ടിൻ്റെ സൈസ് അനുസരിച്ച് ആൾക്കാരനുസരിച്ചും വേരി ആവുമെന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ ഫുഡ് അവൈലബിൾ ആണ്. പ്രൈവറ്റ് ബോട്ടിലാണെങ്കിൽ ഫുഡ് അവൈലബിൾ ആണ്. പക്ഷേ അത് നമ്മൾ എക്സ്ട്രാ പേ ചെയ്യണം. ഇപ്പോൾ എന്തെങ്കിലും ഒരു പാർട്ടി, ഇപ്പോൾ ബർത്ത്ഡേ പാർട്ടിയൊക്കെ ആയിരുന്നാൽ നമ്മൾ കുറേ പേരായിട്ട് ഫാമിലി ആയിട്ട് വരണമുണ്ട്, എൻജോയ് ചെയ്യണം. ഈ
നമ്മൾ ഈ വെള്ളത്തിനകത്ത് വെച്ച് തന്നെ എൻജോയ് ചെയ്യണം അങ്ങനെയൊക്കെ ഉള്ള പ്ലാനാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ട് ഒരു പ്രൈവറ്റ് ബോട്ട് നമുക്ക് എടുത്തു വരാം. പക്ഷേ ഞങ്ങളിപ്പോൾ 2 പേരേ ഉള്ളൂ. ഞങ്ങൾക്ക് ഈ ബോട്ട് സർവീസ് നമ്മൾ എൻജോയ് ചെയ്യണം എന്നുള്ളതിനേക്കാളും ഞങ്ങൾക്ക് ജസ്റ്റ് എക്സ്പ്ലോർ ചെയ്യണം, ആ ഐലൻഡിലോട്ട് പോകണം, തിരിച്ചു വരണം എന്നുള്ളത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ അതുകൊണ്ട് ശരി അത് വേണ്ട, എന്തായാലും ഞങ്ങൾക്ക് അതുവരെ പോകണം എന്നുള്ളതിന് ഇപ്പോൾ നോർമൽ ബോട്ടിൽ പോയാലും പ്രൈവറ്റ് ബോട്ടിൽ പോയാലും സെയിം സ്ഥലമല്ലേ എന്നുള്ളത് കൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തു, ഗവൺമെൻറ് ബോട്ട് ഓപ്റ്റ് ചെയ്തു. സോ 1000 rupees നമുക്ക് കൊടുത്ത് പോകണം അതേ സ്ഥലത്ത് തന്നെയാണ് ഞങ്ങൾ 16 രൂപയ്ക്കും പോയത് എന്നുള്ളതിൻ്റെ ആ കോസ്റ്റ് ഡിഫറൻസ് പറയാനാണ് ഞാൻ ഈ കഥയെല്ലാം പറഞ്ഞത്. സോ നിങ്ങൾ പോവുകയാണെങ്കിൽ ഇങ്ങനെ ഗവൺമെൻറ് ബോട്ട് സർവീസ് ഉണ്ട് എന്നുള്ളത് പറയാനായിട്ട് ഒരുപാട് പേർക്ക് അറിയാം, എങ്കിലും ഞങ്ങളെപ്പോലെ അറിഞ്ഞിടാത്ത ആരെങ്കിലും ആണ് ഫസ്റ്റ് ടൈം അവിടെ പോവുകയാണെങ്കിൽ സോ നിങ്ങൾക്കത് യൂസ്ഫുൾ ആയിക്കോട്ടെ എന്നുള്ളത് കൊണ്ടാണ് ഞാനിത് ഷെയർ ചെയ്യണത്. ഞങ്ങൾ എന്തായാലും എൻജോയ് ചെയ്തത്. അവിടെ നിന്ന് പോയ ബോട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുഞ്ഞു ബോട്ട് തന്നെയായിരുന്നു. നല്ല സ്പേഷ്യസ്, നല്ല അതായത് കാണാൻ അത്യാവശ്യം നല്ല ലുക്കൊക്കെ ഉണ്ടെങ്കിലും ഞങ്ങളെല്ലാവരും മറ്റേ മെഷീൻ വെച്ചിട്ടില്ലേ, എൻജിനൊക്കെ വെച്ചിട്ടില്ലേ, അവിടെ ആയിരുന്നു പോയിരുന്നത്. ഉള്ളിലോട്ട് ആരും ഇരുന്നില്ല, ഉള്ളിലോട്ടിരുന്നായിരുന്നു പോകാനുള്ളത്. ലൈഫ് ജാക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ആരും യൂസ് ചെയ്തില്ല എന്നുള്ളതാണ്. ഇത് ഞങ്ങളിത് 8 പേരാണ് ഇവിടെ നിന്ന് അങ്ങോട്ട് പോണത്. നല്ല വെയിലായിരുന്നു. ഞങ്ങൾ പോയപ്പോഴത്തേക്കും ഞങ്ങളിത് ഇപ്പോൾ ഇവിടെ എത്തി. ഞങ്ങൾക്ക് ഇവിടെ 45 minutes അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ 45 minutes എങ്ങോട്ട് പോയെന്നുള്ള കാര്യം ഞങ്ങൾ അറിഞ്ഞേ ഇല്ല എന്നുള്ള കണക്കായിരുന്നു. ഇത് ഞാൻ പറഞ്ഞ പ്രൈവറ്റ് ബോട്ട് അത് എങ്ങനെയാണ്, പ്രൈവറ്റ് ബോട്ട് കാണാൻ ലുക്കൊക്കെ കുറച്ച് നന്നായിരിക്കും, പക്ഷേ സർവീസ് ഒരുപോലെ തന്നെയായിരുന്നു. അതായത് നമ്മൾ പറഞ്ഞ സ്ഥലം ഒരുപോലെ തന്നെയാണ്, കാണാൻ നല്ല ഭംഗിയിലൊക്കെ വെച്ചിട്ടുണ്ടെന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമ്മളത് ഇവിടെ നിന്ന് 10 rupees എൻട്രൻസ് ഫീ എടുത്ത് വേണം ഉള്ളിലോട്ട് പോകാൻ. നമ്മൾ ഒരുപാട് നാളായി ഒരു വ്ളോഗോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് യൂസ്ഫുൾ ആയിട്ടൊന്ന് ചെയ്തിട്ട്, ചുമ്മാ ഷോർട്സ് മാത്രം ഇട്ട് പോകും. ഇപ്പോഴത്തെ നമ്മളെ ചാനലിൽ 1000 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്, 1000 മുകളിലായി. നമ്മളിപ്പോൾ ഏതോ ഒരു കാട്ടിൻ്റെ ഇടയിൽ നിന്ന് എന്തോ കുറേ സംസാരിക്കണമെന്നൊന്നും വിചാരിക്കരുത്. ഇതൊക്കെ പറഞ്ഞു വന്നപ്പോഴത്തേക്ക് ഈശാന് കുഞ്ഞ് ഐലൻഡിലാണ് ഫോൺ ഹോൾഡ് ചെയ്യണം. സോ എന്തായാലും അവൻ ഫോൺ എടുത്ത് വെക്കുകയാണേ. അവനെ കൊണ്ട് പറ്റുന്നില്ല ഫോൺ ഹോൾഡ് ചെയ്യാനായിട്ട്. നമ്മളെ പുറകിൽ കാണുന്ന ഒരു കുഞ്ഞു പാത്ത് മാത്രമേ ഉള്ളൂ, ബാക്കിയൊക്കെ കാടാണ്. അതിൻ്റെ ഇടയിലൊന്നും ഇറങ്ങാൻ പറ്റില്ല, അതൊക്കെ വെള്ളം. പാതിരാമണൽ എന്ന് പറയുമ്പോൾ ആലപ്പുഴ ഡിസ്ട്രിക്റ്റിലാണ് വരുന്നത്. നമ്മളിത് ഇങ്ങനെ നടക്കുകയാണ്. ഇപ്പോൾ സമയം എക്സാക്റ്റ് 12:15 ഉച്ച സമയമാണ്. നല്ല വെയിലാണ് പുറത്ത്, പക്ഷേ ഇതിനുള്ളിലോട്ട് നടക്കുമ്പോഴത്തേക്കും ആ വെയിൽ അനുഭവപ്പെടുന്നില്ല, നല്ല തണുപ്പാണ്. ക്ലൈമറ്റ് വന്ന് നല്ല കൂളിംഗ് ആണ്, കാരണം മരങ്ങളൊക്കെ നിൽക്കുന്നുണ്ട്. വെയിലാണെങ്കിലും നല്ല കൂളിംഗ് ക്ലൈമറ്റ് ആണ്. വെറൈറ്റി മരങ്ങൾ, നമ്മളങ്ങനെ ഇഷാൻ്റെ ബർത്ത്ഡേ ആണ്. ഇഷാൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കാനാണ് നമ്മളിവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ ട്രിപ്പ് നമ്മൾ പാതിരാമണലിലെത്തി. സോ ഞാൻ ഈ വന്ന കഥകളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വരികയാണ്, പക്ഷേ ഈ ക്ലിപ്പ് എനിക്ക് ആഡ് ചെയ്യണമെന്ന് തോന്നി, അതുകൊണ്ടാണ് ഞാനിത് ആഡ് ചെയ്യണത്. നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ട് വന്നപ്പോഴത്തേക്കും പിള്ളേർ നമ്മളെക്കാളും ക്ലവറാണ് എന്നുള്ളതിന് ചെറിയൊരു എക്സാമ്പിളാണ് ഇത്. നിങ്ങളൊന്ന് ഈ ക്ലിപ്പ് കണ്ടു നോക്കണേ. അപ്പോൾ ചോദിച്ചപ്പോഴത്തേക്കും വന്ന പറഞ്ഞ് നമ്മൾ ഈ ഐലാൻഡിൽ താങ്ക് യു മക്കളെ. ഷൂവിൻ്റെ ലേസ് ഇളകി പോയെന്ന് പറഞ്ഞിട്ട് ശരിയാക്കുകയാണ്. ഇഷാനാണ് അത് കണ്ടുപിടിച്ചത്. ഓക്കെ ഓക്കെ, താങ്ക് യു. നാരായണ ഗുരുദേവൻ്റെ ടെമ്പിളാണ്.
ഒരു 10-15 മിനിറ്റ് നടക്കുമ്പോഴത്തേക്കും അതിൻ്റെ ഫ്രണ്ടിലോട്ട് എത്തും. ഒരു വലിയ സംഭവമൊന്നുമില്ല എങ്കിൽ ഇവിടെ ഉള്ളതിലൊരു കുഞ്ഞു ടെമ്പിൾ. നാരായണ ഗുരു ദേവൻ്റെ ഇത് വന്ന് കൂട്ടിയിട്ടുണ്ട്. പക്ഷേ കാണിക്കേടാ ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. എങ്ങനെയാണോ പോവാ? ഒരു നാച്ചുറൽ ഐലാൻഡ് അത് അതിൻ്റേതായിട്ടുള്ള രീതിയിൽ വെച്ചിട്ടുണ്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഒരുപാട് ഫെസിലിറ്റിയോ കാര്യങ്ങളോ അങ്ങനെയൊന്നുമില്ല. നമ്മളത് അതിൻ്റേതായിട്ടുള്ള രീതിയിൽ എൻജോയ് ചെയ്തിട്ട് തിരിച്ചു വരണം എന്നുള്ളതാണ്. ഒരു നാച്ചുറൽ ഐലാൻഡ് അത്ര മാത്രമേ ഉള്ളൂ. പിന്നെ വലിയ ടൂറിസം കാര്യങ്ങളോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ പ്ലാസ്റ്റിക് നിരോധിച്ചെന്ന് പറഞ്ഞിട്ട് ഒരുപാട് പ്ലാസ്റ്റിക്കുകളാണ് ഞങ്ങൾ ഉള്ളിൽ കണ്ടത്. പക്ഷേ ക്ലൈമറ്റ് സൂപ്പറാണ്, അത് നമ്മൾ പറഞ്ഞേ പറ്റുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും വെയിലായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് ഉള്ളിൽ പോയപ്പോഴത്തേക്കും അങ്ങനെ വെയിലൊന്നും അനുഭവപ്പെട്ടില്ല. ഒരു കൂളിംഗ് കണ്ടീഷൻ തന്നെയായിരുന്നു. എങ്ങനെ പോകാൻ പറ്റും? Come, come. Huh? Sure. Come. Sure. Sure. Up. Come.
അവിടെ നിന്നൊക്കെ പോയിട്ട് വന്നപ്പോഴത്തേക്കും വിശന്ന് കരിഞ്ഞൊരു പരുവായി എന്നുള്ള കണക്കാണ്. ഞങ്ങൾ അത്രയും ദൂരം നടന്നതും പിന്നെ വെയിലും ഒക്കെ ആയിട്ട് തിരിച്ച് പിന്നെ അത്രയും ദൂരം ട്രാവൽ തിരിച്ച് വന്നപ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് 1 ഹവറിന് മുകളിൽ ട്രാവൽ. അതൊക്കെ കൂടെ ആയപ്പോഴത്തേക്കും വിശന്ന് പിന്നെ ഇനി എവിടെ നിന്നെങ്കിലും കഴിച്ചാൽ മതി എന്നുള്ള കണക്കിലായി. അവിടെ നിന്ന് നമ്മളൊരു ബെസ്റ്റ് സ്ഥലത്തോട്ട് കഴിക്കാൻ പോയി. എവിടെയാണ് കഴിക്കാൻ പോയത്? ഒരു ഫേമസ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. യൂട്യൂബിലൊക്കെ ഒരുപാട് ഫേമസ് ആയിട്ടുള്ളൊരു സ്ഥലത്തിലാണ് നമ്മൾ കഴിക്കാൻ പോയത്. കഴിക്കാൻ പോയപ്പോഴും നല്ല റഷായിരുന്നു. എങ്കിലും എവിടെയോ സ്ഥലം കിട്ടി പോയി ഇരുന്ന് കഴിച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. സോ എവിടെ നിന്നാണ് കഴിച്ചത് എന്നുള്ളതും പിന്നെ ഫസ്റ്റ് എൻ്റെ ടൊഡി ഷോപ്പ് എക്സ്പീരിയൻസും കൂടെ ഞാൻ അടുത്ത വീഡിയോയിൽ ആഡ് ചെയ്യാം. സോ താങ്ക്സ് ഫോർ വാച്ചിങ്.